ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ ചേട്ടന് അത് ഇഷ്ടമല്ല. ഞാൻ സംസാരിക്കണം എപ്പോഴും. അതാ ചേട്ടന് ഇഷ്ടം. ഇവിടെ ഇന്റർവേർട്ട് ഇത് എക്സ്ട്രോവേർട്ട് ആണോ ശരിക്കും? അതല്ല, എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഞാൻ സംസാരിക്കാതിരിക്കും. അപ്പോ ചേട്ടനത് ഇഷ്ടമല്ല. ചേട്ടൻ എന്നെ സംസാരിപ്പിക്കാൻ നോക്കും. ഞാൻ സംസാരിക്കാതെ വീണ്ടും ഇരുന്ന ചേട്ടന് ദേഷ്യമാവും. അങ്ങനെ ഇപ്പൊ ഒരു 2 ദിവസം പോകും അങ്ങനെ സ്ഥലം. അല്ല, അധികമല്ല, പറയുന്നതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഞാനായിട്ടൊന്നും സംസാരിക്കാതിരിക്കും. അത് മാത്രം ഞാൻ പറയാറുണ്ട്. ഇനിയിപ്പോ വ്ളോഗ് ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോ പുള്ളിക്കാരായിരിക്കും നന്നായിട്ട് സംസാരിക്കാം. അതായത് ഫസ്റ്റ് ടൈം അല്ല, ഇതൊരു പറയും ഒന്ന് മാറിക്കും, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാം. നിങ്ങളുടെ ഈ പ്രണയ സംസാരത്തിൽ പാട്ട് പാടാ, കഥകൾ പറയാം. ഇപ്പൊ ടോക്കറ്റീവ് ആരാന്ന് എനിക്ക് മനസ്സിലായെങ്കിലും പാട്ട് പാടൂലേ? ഇല്ല. എങ്കിൽ ആരാ പാട്ട് പാടി തരാ? ചേട്ടൻ പാട്ട് പാടി കൊടുക്കൂ. ഒരു പാട്ട്, ഏതൊക്കെ പാട്ടാ പാടിത്തരാ പകുതി? ഒരുപാട് പാട്ട് പാടും. ചേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ അങ്ങനെ പാടാറില്ല, പറഞ്ഞോളൂ തന്നെ. അപ്പൊ പാടിക്കൊടുത്തോ? അങ്ങനെ പാടാറില്ല. ഞാൻ ഉറക്കത്തിന് അങ്ങനെ എന്തെങ്കിലും പാടിയിട്ടുണ്ടെങ്കിലും ആവുള്ളൂ. അതെനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്താ ഞാൻ പാടിയെന്ന്. ആണോ? വെറുതെ ഉറക്കത്തിലാണോ പാട്ട് പാടുന്നേ? ആള് ഞെട്ടിത്തെരിച്ചിട്ട് നോക്കുക ഇതെപ്പോ ഉറക്കാൻ വേണ്ടിട്ട്. ഉറക്കാനൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കും. റൊമാൻറ്റിക് ആണോ ആള്? റൊമാൻറ്റിക് ചേട്ടാ എനിക്ക് എപ്പോഴൊക്കെ റൊമാൻറ്റിക് ആണോ? കൂട്ടത്തിൽ ആരാ റൊമാൻറ്റിക്? ചേട്ടനാണ്. അതെ, അങ്ങ് സ്വീകരിക്കുന്നൊക്കെ. പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഇവിടെ, റൊമാൻറ്റിക് ഇവിടെ, ഭയങ്കര കെയറിങ് കൊടുക്കുന്നത് ചേട്ടൻ ഇതല്ലത്. ഇപ്പൊ ഞാൻ പറയാതെ എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില്? എല്ലാത്തിനും സപ്പോർട്ട്. അത് തന്നെ, വേറെ എന്ത്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാണ് ശരിക്കും. നമ്മുടെ ലൈഫില് നമുക്കൊരു ലൈഫ് പാർട്ട്ണർ വരുന്ന സമയത്ത് അല്ലേ, നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്ന ബ്ലെസ്സിങ് ആണ് അല്ലേ? അതാണ് വീണത്, മനസ്സിലായോ? ഞങ്ങള് അതല്ല പൂരൊന്നല്ല, പൂരം കാണാനും ഇതുവരെയായിട്ടോ പറ്റിയിട്ടില്ല. ഇപ്പം തിരുവനന്തപുരത്ത് അച്ഛന്റെ നാടല്ലേ തിരുവനന്തപുരം? അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ല? തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഞാൻ പുള്ളിനെ ഇടയ്ക്ക് നമ്മള് കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ആ വഴി പാസ് ചെയ്യും. പിന്നെ അവളുടെ അടുത്ത് പറയാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് കാണാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ പുള്ളിനെ കാണും, സംസാരിക്കും, ഒരുമിച്ച് ചായ കുടിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയാൻ ഇതാണ്, അതായത് ലോങ് ആയതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. വല്ലപ്പോൾ 2 മാസം 3 മാസം കഴിയുമ്പോഴൊക്കെ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ പോയി അങ്ങനെ.